അത് ശരിയാണല്ലോ. അത് ഞാൻ ഇപ്പോഴാ ഓർത്തത്. രാവിലെ പുട്ടുമ്പഴം കണ്ടപ്പോഴേ എല്ലാം ഞാൻ അങ്ങ് മറന്നുപോയി. അല്ല ആന്റി, അപ്പൊ ആനന്ദേട്ടൻ വരാന്ന് പറഞ്ഞിരുന്നു അമ്പലത്തിലേക്ക്. എന്തിന്? അല്ല, വശീകരണ ചരട് കെട്ടിട്ട് കല്യാണം നടത്താൻ. അയ്യോ, ഇതിനെ കൊന്ന എത്ര കൊല്ലം അകത്ത് കിടക്കണമെന്ന് അറിയാൻ വയ്യല്ലോ. എടി, ആനന്ദ് സമ്മതിച്ച പിന്നെ വശീകരണ ചരട് കെട്ടേണ്ട കാര്യമുണ്ടോ? കല്യാണത്തിന് തീയതി കുറിച്ചാ പോരെ. ഓ, അത് ശരിയാണല്ലോ. ഈ പുട്ട് തിന്നപ്പോഴേ എന്റെ ബുദ്ധിയും പുട്ടുപോലെ അങ്ങ് പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു. അല്ല ആന്റി, നമ്മളിനി എന്താ ചെയ്യുന്നേ? നമ്മളിപ്പോ എന്തെങ്കിലും തന്ത്രം ഇറക്കി ആനന്ദിനെ അമ്പലത്തിൽ കൊണ്ടുപോകും. സ്വാമി അവിടെ നമുക്കായിട്ട് വെയിറ്റിംഗ്. അയ്യോ, ആന്റി എന്ത് പൊട്ടത്തരങ്ങളാ വിളിച്ചു പറയുന്നേ? ആനന്ദേട്ടൻ എന്താ കൊച്ചു കുട്ടിയാണോ പറ്റിച്ച് അമ്പലത്തിൽ കൊണ്ടുപോവാൻ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നും അല്ല. വെറുതെ ആയി ആ പുട്ട് മുഴുവൻ തിന്നു നിർത്തിട്ട് വന്നാ മതിയായിരുന്നു. എടി, ഈ വിലാസിനെ വിചാരിച്ച ഇതല്ല ഇതിനപ്പുറവും നടക്കും. നീ ഇപ്പൊ കണ്ടോ? ദേ നോക്ക്, ആനന്ദ് വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കണ്ട. ആനന്ദ് വരൂന്നറിഞ്ഞിട്ടാ നമ്മൾ ഇവിടെ നിന്നേന്ന് അവന് അറിയാൻ പാടില്ല. നീ വാ, ഒരു നമ്പർ ഇറക്കാനുണ്ട്. വാടി. ആനന്ദേ, ഗുഡ് മോർണിംഗ്. ഓഫീസിലേക്ക് പോവാല്ലേ? അതെ അല്ലേ. എന്നാലേ ഞങ്ങളെയും കൂടി പോകുന്ന വഴിക്ക് ആ ദേവി ക്ഷേത്രത്തിലേക്ക് ഇറക്കിയേക്ക്. ഇവിടെ വേറെയും കാറ് കിടക്കുന്നുണ്ട്, പക്ഷെ ഡ്രൈവർമാരെ ഒന്നും കാണുന്നില്ല. രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണം, അതുകൊണ്ടാ. ആ ജയന്തി, നീ ആനന്ദിനോടൊപ്പം ഫ്രണ്ടിൽ കേറിക്കോ. എന്നായാലും കേറേണ്ടതല്ലേ? അത് വേണ്ട, ഫ്രണ്ടിൽ ലാപ്ടോപ്പും ബാഗൊക്കെ വെക്കണം. ബാഗിൽ കേറിക്കോ. ശരി. എന്റെ ഈശ്വര, കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ പോലും കയറ്റാത്ത ആനന്ദ് ഇനി ഇവളുടെ കൂടെ പൂജയ്ക്ക് ഇരിക്കുവോ? ആ, ശ്രമിച്ചു നോക്കാം. എല്ലാം ഓരോരോ ശ്രമങ്ങളല്ലേ. ഫലം ഭഗവാൻ തരട്ടെ. വരുന്നില്ലേ? അതാ വരുന്നു. നമസ്കാരം തിരുമേനി. നമസ്കാരം. നവഗ്രഹ പൂജ കഴിഞ്ഞ് ഇന്നാണല്ലോ നേരിട്ട് കാണുന്നത്. സുഖം തന്നെ അല്ലേ? അതെ തിരുമേനി, എനിക്ക് വിവാഹമായി. ക്ഷണക്കത്ത് സ്വാമിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വന്നതാ. നന്നായി. അപ്പോ നവഗ്രഹ പൂജ ഫലിച്ചു തുടങ്ങിയെന്ന് സാരം. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ. സ്വാമി, അറിയാലോ, കല്യാണം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. പക്ഷേ അഖില മേഡവും വലിയ കുഞ്ഞും കൂടി നിർബന്ധിക്കുമ്പോ എനിക്ക് വേറെ വഴിയില്ല. ഇപ്പൊ തന്നെ തൃച്ചംബരത്തെ കല്യാണമായിട്ടാ അഖില മേഡം എന്റെ കല്യാണം നടത്തുന്നത്. അത്രയ്ക്ക് അടുപ്പവും വാത്സല്യവും എന്നോട്. പക്ഷേ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി
അഖില മേഡത്തിനെ അപമാനിക്കുമെന്ന വിലാസിനി മേഡം പറഞ്ഞിരിക്കണേ. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അഖില മേഡത്തിന് ഒരു അപമാനം ഉണ്ടാക്കാതെ നീ തന്നെ നോക്കണം. അതിന് ഈ കല്യാണം നല്ല രീതിയിൽ നടന്നേ പറ്റൂ. സ്വാമി, ഈ കല്യാണം നല്ല രീതിയിൽ ഒരു തടസ്സമില്ലാതെ നടത്തി തരണേ. അനുഗ്രഹിക്കണേ സ്വാമി. പൂജിക്കാൻ വെച്ച കല്യാണക്കത്ത് സ്വാമിയുടെ മുമ്പിൽ വെച്ച് എന്നെ കത്തുക. അനർത്ഥങ്ങളാണല്ലോ കുട്ടി, വലിയ ആപത്തുകളാ. ഈശ്വര, ആനന്ദേ, വാ തൊഴുതിട്ട് പോവാം. ഇല്ലല്ലേ അമ്മേ, ഞാൻ ഇറങ്ങുന്നില്ല. ബായ് ആനന്ദേട്ടാ. ചുമ്മാ ഇരിക്കടി. ആനന്ദേ, വാ. അമ്പലത്തിനടുത്ത് വരെ വന്നിട്ട് അകത്ത് കയറാതെ പോകുന്നത് ശരിയല്ല. വാ. സമയമില്ല ഇളയമ്മേ, എനിക്കും കൂടെ വേണ്ടി ഇളയമ്മ പ്രാർത്ഥിച്ചാ മതി. എന്റെ പ്രാർത്ഥന എപ്പോഴും നിനക്കുണ്ടല്ലോ. അതല്ല ആനന്ദേ, അമ്പലത്തിന്റെ മുൻവശം വരെ വന്നിട്ട് അകത്ത് കയറാതെ പോയാലേ അത് ദൈവകോപം ഉണ്ടാക്കും. മാത്രമല്ല ചേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുകയും ചെയ്യും. അതാ പറഞ്ഞേ, നീ ഒന്ന് വാ. ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിട്ട് പോവാം. വേറെ 5 മിനിറ്റ് നേരത്തെ കാര്യല്ലേ ഉള്ളൂ. വാ മോനെ. വാ ആനന്ദേട്ടാ, ഒന്ന് കേറി തൊഴുതിട്ട് പോവാം. വാ. ആ ശരി ശരി ശരി, അമ്മയുടെ കാര്യം കൂടി പറഞ്ഞ് ലോക്ക് ചെയ്തില്ലേ? ഇനിയിപ്പോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. വന്നളേ. ആ വാ. പൂജിക്കാൻ വെച്ച കല്യാണക്കത്ത് സ്വാമിയുടെ മുമ്പിൽ വെച്ച് എന്നെ കത്തുക. അനർത്ഥങ്ങളാണല്ലോ കുട്ടി, വലിയ ആപത്തുകളാ.
ദൈവമേ, ഇതുവരെ ഓക്കെ. എങ്ങനെയെങ്കിലും ആ പൂജയും കൂടി നടത്താൻ പറ്റിയാ മതിയായിരുന്നു. ശ്ശേ, ഇയാളിതെവിടെ പോയി കിടക്കുന്നു? അങ്ങേരി പ്ലാനൊക്കെ പൊളിക്കോ? ഫോൺ വിളിച്ചപ്പോ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാണല്ലോ. ഹോ, രക്ഷപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്നോ? ആനന്ദേ, ജയന്തിക്കൊരു ശനിദോഷ പൂജ ചെയ്യാനുണ്ട്. ദേ, ആ പൂജാരിയുടെ അടുത്ത് പോയി ദോഷപരിഹാരം ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് ദർശനം നടത്താം. അത് സമയമെടുക്കുന്ന പൂജയാണോ ഇളയമേ? ഇല്ലില്ലില്ല, 2 മിനിറ്റ് അത്രേ ഉള്ളൂ. ആ വാ. നമസ്കാരം തിരുമേനി. നമസ്കാരം. എന്താ തിരുമേനി, ഒരു ശനീശ്വര പൂജ ചെയ്യണം. ശനീശ്വര പൂജ ആർക്കാ ചെയ്യാനുള്ളത്? ദാ, ഇവൾക്ക്. ഇരിക്കെ. ഇരിക്കും. അല്ല, ഈ സാർ ഏതാ? ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോന. സാറിന്റെ നാളേതാ? പൂരം. പൂരത്തിനും ശനീശ്വര പൂജ നല്ലതാ. ഇങ്ങോട്ടിരിക്കാൻ പറയൂ. 2 പേർക്കും കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാം. അതൊന്നും വേണ്ട, എനിക്ക് പോണം. ആനന്ദേ, ഇരിക്ക്. ഏതായാലും 2 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് ചെയ്തേക്കാം. ഒന്നാമത് ചേച്ചി നിന്റെ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാ ദോഷങ്ങളും തീരണം. അറിയില്ലേ, കല്യാണ സമയത്ത് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലേ സ്വാമി? കല്യാണ സമയത്ത് വരനോ വധുവിനോ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പിറക്കാൻ പോകുന്ന കുട്ടിയെ വരെ ബാധിക്കുമെന്നാ ശാസ്ത്രം. ദോഷപരിഹാരം എപ്പോഴും നല്ലതാ. ഇരിക്കാനന്തേ, ഇളയമല്ലേ പറയുന്നേ, ഇരിക്കേ. അത് വേണ്ട ഇളയമേ, ജയന്തിയുടെ പൂജ നടക്കട്ടെ, എനിക്ക് പിന്നൊരിക്കലാവാം. അത് ശരിയാ. ഇളയമ്മ പറഞ്ഞതുകൊണ്ടല്ലേ ആനന്ദ് ചെയ്യാത്തത്. ഞാനതങ്ങ് മറന്നു. ഇളയമ്മ ഒരിക്കലും അമ്മയ്ക്ക് തുല്യാകില്ലല്ലോ. അഖിലേച്ചി പറഞ്ഞിരുന്നെങ്കിൽ ആനന്ദ് പൂജയ്ക്ക് ഇരിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും അതെപ്പോഴും അങ്ങനെ. ഇളയമ എന്തിനെങ്ങനെ ഫീൽ ആവുന്നത്? ആനന്ദിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇളയമ്മ പറഞ്ഞത്. എനിക്കെന്റെ മോനെ പോലെയല്ലേ ആനന്ദ്. അതെന്താ ആനന്ദ് മനസ്സിലാക്കാത്തെ? ഞാൻ നിന്റെ നന്മയാ കരുതിയത്. ഇത് ചെയ്തതുകൊണ്ടൊരു ദോഷമൊന്നും നിനക്കില്ലല്ലോ, ഉണ്ടോ? ശരി, വിഷമം വേണ്ട. ഇളയമയ്ക്ക് വേണ്ടി 2 മിനിറ്റ് ഇരിക്കാം. തിരുമേനി, പെട്ടെന്ന് വേണം. ആനന്ദിന് ഓഫീസിൽ പോകാനുള്ളതാ, പെട്ടെന്ന്. ശരി ശരി, തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരും. കുട്ടി, എന്തു പറ്റി? എന്തിനാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്? ഇത് ക്ഷേത്രമാ. ദേ നോക്ക്, ദേവിക്ക് ആരും കരയുന്നത് ഇഷ്ടമല്ല.
അറിയാലോ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയ. എന്റെ എന്റെ കല്യാണക്കത്തിന് തീ പിടിച്ചു. ഏ, തീ പിടിക്കേ? കാറ്റടിച്ചിട്ടാണോന്നറിയില്ല, തിരിയടർന്ന് വീണ് തീ പിടിച്ചു. അത് അത് കത്തിപ്പോയി. അത് ശരി, ഇതിനാണോ കുട്ടി ഇവിടെ ഇരുന്ന് കരയുന്നത്? നോക്കൂ, അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് എന്ന് കരുതിയാ പോരെ. തീയെ വേണമെങ്കിൽ ശുഭലക്ഷണമായും കാണാം. അതല്ലേ ആളുകൾ ദീപം തെളിയിക്കുന്നത്. ഇത്രയേറെ ആശങ്കപ്പെടുകയാണെങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യും. ഒരു മഞ്ഞച്ചരടെടുത്ത് ദേവിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തടസ്സങ്ങൾ തട്ടിമാറ്റാൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പിന്നെ ആ ചരട് ദേ ആ മരത്തിന്റെ ചില്ലയിൽ കെട്ടുക. അത് കാറ്റിലാടുന്ന മുറയ്ക്ക് തടസ്സങ്ങളും ആപത്തുകളും തട്ടിമാറിപ്പോയിക്കൊള്ളൂ. ചെല്ലു. ദൂരദേശത്ത് നിന്ന് വരെ ഒരുപാട് പേർ കേട്ടറിഞ്ഞു വരുന്നുണ്ട് ഇതുപോലെ ചരട് കെട്ടാൻ. കുട്ടി ചെല്ലു, എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. രണ്ടുപേരും പൂവെടുത്തോളൂ. ആ ഓം രാം ദ്രാവിണി ബാണായ നമഃ. ഹ്രീം സംശോധനായ ഹ്രീം ആകർഷണമാണായ നമഃ. സം സംമോഹനമാണായ നമഃ. ഓം രാം ദ്രാവിണി ബാണായ നമഃ. ഹ്രീം സംശോധനമാണായ ഹ്രീം ആകർഷണമാണായ നമഃ. സം സംമോഹനമാണായ രാം ദ്രാവിണി ബാണായ നമഃ. ഹ്രീം സംശോധനമാണായ നമഃ. ഹ്രീം ആകർഷണമാണായ നമഃ. ദൈവമേ, എങ്ങനെയെങ്കിലും ഇനി ഈ ചരട് കൂടി അങ്ങ് കെട്ടിയാ മതി. എല്ലാം ഓക്കെ. 48 ദിവസങ്ങൾക്കകം ആനന്ദ് ജയന്തിയുടെ കഴുത്തിൽ താലി കെട്ടും. ഹോ, പിന്നെ ഞാനാ തൃച്ചംബരത്തെ റാണി. അയ്യോ, ആലോചിക്കാൻ കൂടി വയ്യ. ഇപ്പൊ തീരും ആനന്ദേ. തിരുമേനി പെട്ടെന്ന്. ആ